ഹലോ സ്റ്റുഡൻസ്, റെഫ്രിജറേഷനും എയർ കണ്ടീഷനിങ്ങും എന്ന ഈ മോഡ്യൂളിലേക്ക് സ്വാഗതം. ഈ സെഷനിൽ നമ്മൾ ഒരു ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്ററിന്റെ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ട്രേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ പോകുന്നു. ലക്ഷ്യങ്ങൾ. ഈ എക്സസൈസിന്റെ അവസാനം നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരാകും. ഒരു ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്ററിന്റെ ഇലക്ട്രിക്കൽ സർക്യൂട്ട് തിരിച്ചറിയാൻ, ഒരു ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്ററിന്റെ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ട്രേസ് ചെയ്യാൻ, ഒരു ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്ററിന്റെ എല്ലാ ഇലക്ട്രിക്കൽ പാർട്സും ഡിസ്മാന്റിൽ ചെയ്യാൻ, ഒരു ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്ററിന്റെ എല്ലാ പാർട്സും നല്ല കണ്ടീഷനിൽ ആണോ എന്ന് ഉറപ്പുവരുത്താൻ, ക്ലാമ്പ് മീറ്ററോ ടോങ് ടെസ്റ്ററോ ഉപയോഗിച്ചുകൊണ്ട് ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്ററിന്റെ ഇലക്ട്രിക്കൽ പാർട്ടുകൾ പരിശോധിക്കാൻ. ഇനി നമുക്ക് ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്ററിന്റെ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ട്രേസ് ചെയ്യാൻ ആവശ്യമായ ടൂളുകളും എക്യുപ്മെന്റുകളും കൺസ്യൂമബിളുകളും ഏതൊക്കെയാണെന്ന് നോക്കാം. ടൂളുകളും എക്യുപ്മെന്റുകളും കൺസ്യൂമബിളുകളും: ട്രെയിനീസ് കിറ്റ്, ടോങ് ടെസ്റ്റർ അല്ലെങ്കിൽ ക്ലാമ്പ് മീറ്റർ, കട്ടിംഗ് പ്ലെയർ, സ്ക്രൂ ഡ്രൈവർ, ടെസ്റ്റ് ലാമ്പ്, വോൾട്ട് മീറ്ററും പിന്നെ ആംമീറ്ററും, കത്തി, ഡിഫക്റ്റീവ് ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്റർ, ഇൻസുലേഷൻ ടേപ്പ്, മൾട്ടി കോർ വയർ 3 മീറ്റേഴ്സ്, വയർ ക്ലിപ്പ്, കോട്ടൺ വേസ്റ്റ്. ഇനി നമുക്ക് ഒരു ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്ററിന്റെ ഇലക്ട്രിക് സർക്യൂട്ട് ട്രേസ് ചെയ്യാൻ ആവശ്യമായ തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ടാസ്ക് 1: ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്ററിന്റെ എല്ലാ ഇലക്ട്രിക്കൽ പാർട്ടുകളും ഡിസ്മാന്റിൽ ചെയ്യൽ. ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്മാന്റിലിംഗ് വർക്കുകൾ ചെയ്യുന്നതിന് മുൻപ് റെഫ്രിജറേറ്ററിന്റെ എല്ലാ പവർ സോഴ്സുകളും അൺപ്ലഗ്ഡ് ആണോ എന്ന് ഉറപ്പുവരുത്തണം. ഷാർപ്പ് എഡ്ജുകളിൽ തട്ടി മുറിവുണ്ടാകുന്നത് തടയാനും ഇലക്ട്രിക്കൽ അപകടങ്ങൾ ഒഴിവാക്കാനും സേഫ്റ്റി ഗ്ലൗസും ഗോഗിൾസും ധരിക്കുക. കംപ്രസർ, ഫാനുകൾ, കൺട്രോൾ ബോർഡുകൾ തുടങ്ങിയവ പോലുള്ള ഇലക്ട്രിക്കൽ കോമ്പണന്റ്സുകളുടെ ലൊക്കേഷൻ മനസ്സിലാക്കാൻ റെഫ്രിജറേറ്ററിന്റെ സ്കീമാറ്റിക് ഡയഗ്രാം റെഫർ ചെയ്യുക. റെഫ്രിജറേറ്ററിന്റെ മോഡലുകൾ അനുസരിച്ച് ചില കോമ്പണന്റുകൾ പാനലിന്റെയോ കവറിന്റെയോ പുറകിൽ ആയിരിക്കും ഉള്ളത്. ഇന്റേണൽ കോമ്പണന്റുകൾ ആക്സസ് ചെയ്യുവാൻ ഔട്ടർ പാനലുകൾ ശ്രദ്ധാപൂർവം അൺസ്ക്രൂവോ അൺക്ലിപ്പോ ചെയ്യുക. റീഅസംബ്ലിംഗ് ചെയ്യുന്നതിനു വേണ്ടി സ്ക്രൂവുകളുടെയും ക്ലിപ്പുകളുടെയും പൊസിഷൻസ് നോട്ട് ചെയ്യുകയും അവ ഓർഗനൈസ് ചെയ്തു വയ്ക്കുകയും ചെയ്യുക. വിവിധ കോമ്പണന്റുകളിൽ നിന്നുമുള്ള ഇലക്ട്രിക്കൽ കണക്ടറുകൾ ഡിസ്കണക്ട് ചെയ്യുന്ന പ്രോസസ് തുടങ്ങുക. കംപ്രസർ റിലേ ക്ലിപ്പും റിലേയും റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്യുമ്പോൾ വയറുകളുടെ കളർ നോട്ട് ചെയ്യുക. റിലേ വയറും ജംഗ്ഷൻ വയറും അവയുടെ കണക്ഷനുകൾക്ക് ശ്രദ്ധ കൊടുത്തുകൊണ്ട് റിമൂവ് ചെയ്യുക. തെർമോസ്റ്റാറ്റ് സ്വിച്ചിന്റെ പൊസിഷനും കണക്ഷൻസും നോട്ട് ചെയ്ത ശേഷം അൺസ്ക്രൂ ചെയ്ത് റിമൂവ് ചെയ്യുക. ഫാൻ ബ്ലേഡ് അൺസ്ക്രൂ ചെയ്ത് ഫ്രീസർ ഫാൻ മോട്ടറും റിമൂവ് ചെയ്യുക. ലൈറ്റ് സ്വിച്ചും ലൈറ്റ് ഹോൾഡറും ബൾബുകളോട് കൂടി റിമൂവ് ചെയ്യുക. ടൈമർ സ്വിച്ചും സ്ട്രിപ്പ് ഹീറ്റർ വയറും മാത്രം അൺസ്ക്രൂ ചെയ്ത് റിമൂവ് ചെയ്യുക. ഡിസ്മാന്റിൽ ചെയ്ത കോമ്പണന്റുകൾ ചെക്കിംഗ് പൊസിഷനു വേണ്ടി സിസ്റ്റമാറ്റിക്കായി ഓർഗനൈസ് ചെയ്യുക. കോമ്പണന്റുകൾ പരിശോധിക്കാൻ നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ ചെക്കിംഗ് കിറ്റുകളും റെഡിയാക്കി വെച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഇനി നമുക്ക് ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്ററിന്റെ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ട്രേസ് ചെയ്യുന്നതിനുള്ള പ്രോസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടാസ്ക് 2: ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്ററിൽ നിന്നും റിമൂവ് ചെയ്ത് ഇലക്ട്രിക്കൽ പാർട്ടുകൾ ക്ലാമ്പ് മീറ്ററോ ടോങ് ടെസ്റ്ററോ ഉപയോഗിച്ച് പരിശോധിക്കൽ. പ്രൊട്ടക്റ്റീവ് ഗിയർ ഉപയോഗിക്കുക. വരാൻ സാധ്യതയുള്ള അപകടങ്ങളിൽ നിന്നും സംരക്ഷണം ലഭിക്കാൻ സേഫ്റ്റി ഗ്ലൗസും ഗോഗിൾസും ധരിക്കുക. റെസിസ്റ്റൻസും കണ്ടിന്യൂറ്റിയും വോൾട്ടേജും മെഷർ ചെയ്യുന്നതിനുള്ള ക്ലാമ്പ് മീറ്ററിന്റെ ഫംഗ്ഷനുകളും
സെറ്റിംഗ്സും മനസ്സിലാക്കുക. റെഫ്രിജറേറ്ററിൽ നിന്നും റിമൂവ് ചെയ്ത ഇലക്ട്രിക്കൽ കോമ്പനന്റുകൾ വൃത്തിയുള്ളതും ഓർഗനൈസ്ഡുമായ സ്ഥലത്ത് അറേഞ്ച് ചെയ്തു വയ്ക്കുക. ക്ലാമ്പ് മീറ്റർ കണ്ടിന്യൂറ്റി ടെസ്റ്റ് മോഡിൽ സെറ്റ് ചെയ്യുക. ക്ലാമ്പ് മീറ്റർ ഫംഗ്ഷനിംഗ് ആണെന്നും സൗണ്ട് എമിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ടെന്നും ഉറപ്പുവരുത്താൻ പ്രോബുകൾ ഒരുമിച്ച് ടച്ച് ചെയ്യുക. കംപ്രസർ ഇൻസ്പെക്ഷൻ. കംപ്രസറിനു വേണ്ടി റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ ക്ലാമ്പ് മീറ്റർ സെറ്റ് ചെയ്യുക. ക്ലാമ്പ് മീറ്റർ കംപ്രസർ ടെർമിനലിൽ കണക്ട് ചെയ്ത് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുക. ബ്ലാക്ക് ലെഡ് കംപ്രസർ ടോപ്പ് ടെർമിനൽ സിയിലും മീറ്റർ യൂണിറ്റിന്റെ റെഡ് ലെഡ് കംപ്രസർ ആർ ടെർമിനലിലും കണക്ട് ചെയ്യുക. മീറ്ററിൽ ഓംസ് എന്ന് കാണിക്കണം. ബ്ലാക്ക് ലെഡ് റിമൂവ് ചെയ്യാതെ റെഡ് വയർ കംപ്രസർ എസ് ടെർമിനലിൽ ടച്ച് ചെയ്യുക. ഇത് സ്റ്റാർട്ടിംഗ് വൈൻഡിംഗ് റെസിസ്റ്റൻസ് നൽകും. ബ്ലാക്ക് ലെഡ് റിമൂവ് ചെയ്യാതെ റെഡ് വയർ കംപ്രസർ ബോഡിയിൽ ടച്ച് ചെയ്യുക. നിങ്ങൾക്ക് റെസിസ്റ്റൻസ് കിട്ടുന്നുണ്ടെങ്കിൽ കംപ്രസർ മോട്ടോർ കത്തിപ്പോയി, അല്ലെങ്കിൽ വൈൻഡിംഗ് നോർമൽ കണ്ടീഷനിൽ ആണ്. എക്സ്പെക്ടഡ് റെസിസ്റ്റൻസ് വാല്യൂവിനായി റെഫ്രിജറേറ്റർ മാനുവലിലോ ടെക്നിക്കൽ സ്പെസിഫിക്കേഷനിലോ റെഫർ ചെയ്യുക. എക്സ്പെക്ടഡ് വാല്യൂവിൽ നിന്നും റീഡിംഗ് വളരെ വ്യത്യസ്തമാണെങ്കിൽ കംപ്രസർ തകരാറിലായിരിക്കും. റിലേ ചെക്ക് ചെയ്യുക. ലൈറ്റ് ഹോൾഡറുകളും ലൈറ്റ് സ്വിച്ചും ഇൻസ്പെക്ട് ചെയ്യുക. ഡീഫ്രോസ്റ്റ് ഹീറ്ററിന്റെയും തെർമോസ്റ്റാറ്റിന്റെയും ഇൻസ്പെക്ഷൻ. ക്ലാമ്പ് മീറ്റർ റെസിസ്റ്റന്റ് മോഡിൽ സെറ്റ് ചെയ്ത ശേഷം ഡീഫ്രോസ്റ്റ് ഹീറ്ററും തെർമോസ്റ്റാറ്റും ചെക്ക് ചെയ്യുക. ഓരോ കോമ്പനന്റിന്റെയും ടെർമിനലുകളിലുള്ള റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യുക. മെഷർ ചെയ്ത റെസിസ്റ്റൻസ് മാനുവലിലെ സ്പെസിഫൈഡ് റേഞ്ചുമായി കമ്പയർ ചെയ്യുക. സ്പെസിഫൈഡ് റേഞ്ചിൽ നിന്നും കാര്യമായ മാറ്റമുണ്ടെങ്കിൽ അത് ഏതെങ്കിലും പാർട്ട് തകരാറിലാണെന്നായിരിക്കും സൂചിപ്പിക്കുന്നത്. ഫാൻ മോട്ടോറുകളുടെ ഇൻസ്പെക്ഷൻ. കണ്ടൻസറിനും ഇവാപൊറേറ്റർ ഫാൻ മോട്ടോറുകൾക്കുമായി ക്ലാമ്പ് മീറ്റർ റെസിസ്റ്റൻസ് മോഡിൽ സെറ്റ് ചെയ്യുക. കൂളിംഗ് കോയിൽ ഫാൻ മോട്ടോർ ചെക്ക് ചെയ്യുക. പ്രോബുകൾ മോട്ടറിന്റെ ടെർമിനലുകളിൽ വെച്ച് റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യുക. വീണ്ടും എക്സ്പെക്ടഡ് റെസിസ്റ്റൻസ് വാല്യൂസിനായി മാനുവൽ റെഫർ ചെയ്യുക. എക്സ്പെക്ടഡ് വാല്യൂവിൽ നിന്നും റീഡിംഗ് വളരെ വ്യത്യസ്തമാണെങ്കിൽ മോട്ടോർ തകരാറിലാണെന്നായിരിക്കാം സൂചിപ്പിക്കുന്നത്. ഡാമേജ് ആയതിന്റെ ഏതെങ്കിലും ലക്ഷണങ്ങളോ ബേൺഡ് മാർക്കുകളോ ബൾജിംഗ് കപ്പാസിറ്ററുകളോ ഉണ്ടോ എന്നറിയാൻ ടൈമറുകൾ ചെക്ക് ചെയ്യുക. സ്കീമാറ്റിക് ഡയഗ്രത്തിനനുസരിച്ച് ബോർഡിലെ വിവിധ പോയിന്റുകളിൽ എല്ലായിടത്തും കണ്ടിന്യൂറ്റി ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ ക്ലാമ്പ് മീറ്റർ ഉപയോഗിക്കുക. റീക്യാപ്പ്. ഈ ടോപ്പിക്കിൽ ഇവയെല്ലാം എങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ മനസ്സിലാക്കി. ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്ററിന്റെ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഐഡന്റിഫൈ ചെയ്യാൻ, ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്ററിന്റെ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ട്രേസ് ചെയ്യാൻ, ഒരു ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്ററിന്റെ എല്ലാ ഇലക്ട്രിക്കൽ പാർട്ടുകളും ഡിസ്മാന്റിൽ ചെയ്യാൻ, ഒരു ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്ററിന്റെ എല്ലാ പാർട്ടുകളും നല്ല കണ്ടീഷനിൽ ആണോ എന്ന് ഉറപ്പുവരുത്താൻ, ഒരു ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്ററിന്റെ എല്ലാ ഇലക്ട്രിക്കൽ പാർട്ടുകളും പരിശോധിക്കാൻ ഒരു ക്ലാമ്പ് മീറ്റർ എങ്ങനെ ഉപയോഗിക്കാം, ഒരു ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്ററിൽ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ട്രേസ് ചെയ്യുന്ന പ്രോസസ് നിങ്ങൾക്കെല്ലാം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സ്റ്റുഡൻസ്. നമുക്കിനി അടുത്ത സെഷനിൽ കാണാം.